അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം മോഡൽ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇനി ആ പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോ ക്വസ്റ്റ്യൻസിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. അവിടെ വെച്ചുള്ള 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറയ്ക്ക് തുല്യമാണ്. ഓപ്ഷൻസ്: മസ്ജിദുൽ ഖുബാ, മസ്ജിദുൽ ഖിബ്ലതൈൻ, മസ്ജിദുൽ ഹറാം. ചരിത്രം: മസ്ജിദുൽ ഖുബാ. ഉണ്ട്. ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. ഓപ്ഷൻസ് നോക്കൂ: അറഫ നോമ്പ്, ബറാഅത്ത് നോമ്പ്, ആഷുറാ നോമ്പ്. ചരിത്രം: ആഷുറാ നോമ്പ്. 3. ഒരാളുടെ ഫിത്ർ സക്കാത്തിൻ്റെ അളവ്. ഓപ്ഷൻസ്: 400 മില്ലി ലിറ്റർ, 600 മില്ലി ലിറ്റർ, 800 മില്ലി ലിറ്റർ. ചരിത്രം: 800 മില്ലി ലിറ്റർ. 4. ഫിത്ർ സക്കാത്ത് നിസ്കാരം കഴിയും വരെ പിന്തിക്കൽ. ഓപ്ഷൻസ് നോക്കൂ: സുന്നത്ത്, ഹറാമ്, കറാഹത്ത്. ചരിത്രം: കറാഹത്ത്. 5. കടം തിരിച്ചു കൊടുക്കുമ്പോൾ വല്ലതും അധികം നൽകൽ. ഓപ്ഷൻസ്: ഹലാൽ, വാജിബ്, സുന്നത്ത്. ചരിത്രം: സുന്നത്ത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 6. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ ഡാഷ് ഫി ഖൈർ. അവിടെ പൂരിപ്പിക്കേണ്ടത് വജമാ ബൈനക്കുമാ. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വജമാ ബൈനക്കുമാ ഫി ഖൈർ. 7. കടത്തിന് ഡാഷ് നൽകാമെന്ന് വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. അവിടെ പൂരിപ്പിക്കേണ്ടത് നിശ്ചിത വിഹിതം. കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. 8. ഹജ്ജിൻ്റെ ഭാഗമായി ഡാഷ് ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് അയ്യാമു തശ്രീഖ്. ഹജ്ജിൻ്റെ ഭാഗമായി അയ്യാമു തശ്രീഖ് ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കണം. 9. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഡാഷ് ശുദ്ധീകരിക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫിത്ർ സക്കാത്ത്. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഫിത്ർ സക്കാത്ത് ശുദ്ധീകരിക്കും. 10. മൈത്ത് നിസ്കാരത്തിൽ 2ാം തക്ബീറിന് ശേഷം ഡാഷ് സ്വലാത്ത് ചൊല്ലണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇബ്രാഹീമിയ്യ. മൈത്ത് നിസ്കാരത്തിൽ 2ാം തക്ബീറിന് ശേഷം ഇബ്രാഹീമിയ്യ സ്വലാത്ത് ചൊല്ലണം. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11. യൗമുൽ ബറാഅ. 12. യൗമു അറഫ. 13. സക്കാത്തുൽ ഫിത്ർ. 14. അസ്സൗം. ഇപ്പുറത്ത് നോക്കൂ: ജുന്നത്തുൻ. അടുത്തത് സക്കാത്തുൽ ബദൻ. അടുത്തത് ഷഅബാൻ 15. അടുത്തത് ദുൽഹിജ്ജ 9. ഓരോന്നിനും ശരിയായ ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11 യൗമുൽ ബറാഅ. അതിന് ശരിയുത്തരം ഓപ്ഷൻ സി ഷഅബാൻ 15. 12 യൗമു അറഫ. ചരിത്രം ഡി ദുൽഹിജ്ജ 9. 13 സക്കാത്തുൽ ഫിത്ർ. ചരിത്രം ബി സക്കാത്തുൽ ബദൻ. 14 അസ്സൗം. ചരിത്രം എ ജുന്നത്തുൻ. സി ഡി ബി എ. ചേരുംപടി ചേർക്കുക. അതിൽ ബി പാർട്ട് നോക്കൂ. 15 മൻസാറ ഖബരി. 16 അൽ ഉംറത്തു ഇലൽ ഉംറത്തി. 17 അല്ലാഹുമ്മ ജാഫിൽ ഖബറ. 18 അല്ലാഹുമ്മ അഹ്യിനി. ഇപ്പുറത്ത് നോക്കൂ: എ അൻജംബൈഹ്. ബി വജബത്ത് ലഹു ഷഫാഅത്തി. സി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി. ഡി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 15 മൻസാറ ഖബരി. അതിന് ശരിയുത്തരം ബി വജബത്ത് ലഹു ഷഫാഅത്തി. 16 അൽ ഉംറത്തു ഇലൽ ഉംറത്തി. അതിന് ശരിയുത്തരം ഡി കഫാറത്തുൽ ലിമാ ബൈനഹുമാ.
17. അല്ലാഹുമ്മ ജാഫിൽ ഖബ്ര, ചരിത്രം എ അൻജംബൈഹ്. 18. അല്ലാഹുമ്മ അഹ്യിനി, ചരിത്രം സി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി. അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 19. അയ്യാമുൽ ബീദ് എന്നാൽ എന്ത്? ഉത്തരം വെളുത്ത പക്ഷദിനങ്ങൾ. 20. കുടുംബത്തിൻ്റെ നായകൻ ആര്? ഉത്തരം പുരുഷൻ. 21. എന്താണ് നിസാബ്? ഉത്തരം സക്കാത്ത് നിർബന്ധമാവുന്ന തുക. 22. പലിശയുടെ വിധി എന്ത്? ഉത്തരം പലിശ വൻകുറ്റങ്ങളിൽ പെട്ടതാണ്, അതായത് പലിശയുടെ വിധി ഹറാമാണ്. 23. എവിടെ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്? ഉത്തരം ഹജറുൽ അസ്വദിന് നേരെ നിന്ന്. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഇഹ്റാം എന്നാൽ എന്ത്? ഉത്തരം ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കരുതിക്കൊണ്ട് അള്ളാഹുവിനെ ഇഹ്റാം ചെയ്യലാണ്. 25. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുക. ഉത്തരം മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളുണ്ട്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലുക. 3-ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക. 4-ാം തക്ബീറിന് ശേഷം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് സലാം വീട്ടുക. 26. നിക്കാഹിൻ്റെ 2 സുന്നത്തുകൾ എഴുതുക. ഉത്തരം 1. പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുക. 2. ദീനും സ്വഭാവവുമുള്ള ഇണയെ തിരഞ്ഞെടുക്കുക എന്നിവ. 27. ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. എന്തിന്? ഉത്തരം പരസ്പര സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം മാപ്പ് നൽകിയും ജീവിക്കാൻ. 28. എന്താണ് വഖഫ്? ഉത്തരം നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. 29. ഭൂമിയിലെ സ്വർഗപ്പൂന്തോപ്പ് എവിടെയാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം. 30. തവാഫിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ഒരു ഹദീസ് എഴുതുക. ഉത്തരം 9 തവാഫ് ചെയ്താൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനാകിത്തീരും. 31. സക്കാത്തിൻ്റെ അവകാശികളിൽ 4 വിഭാഗത്തിൻ്റെ പേരെഴുതുക. 1 ഫഖീർ, 2 മിസ്കീൻ, 3 കടമുള്ളവൻ, 4 യാത്രക്കാരൻ. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. മയ്യിത്ത് നിസ്കാരത്തിലെ ദുആ. അപ്പോൾ നോക്കൂ, 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅർസിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദി വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖസ് സൗബൽ അബിയദു മിനദ്ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ എന്ന ദുആ നിർവഹിക്കണം. 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. 33. വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകൾ. അപ്പോൾ നോക്കൂ, പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുക, ദീനും സ്വഭാവവുമുള്ള ഇണയെ തിരഞ്ഞെടുക്കുക, മസ്ജിദിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹ് നടത്തുക, ഖുത്ബ, ദുആ എന്നിവ നിർവഹിക്കുക, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാവുക, വലീമത്ത് നൽകുക തുടങ്ങിയവ വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകളാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.